കാശെട്. എന്തായിരുന്നു ഈ ലോഡ് ഇവിടെ കൊണ്ടിറക്കിയില്ലേ, അതിന്റെ കൂലി 250 രൂപ എടുക്കും. 250 രൂപ? 250 രൂപ നിന്റെ തമാശ പറഞ്ഞിരിക്കാൻ സമയമില്ല. കാശെടുക്ക പച്ചക്കറി മാധവി. പച്ചക്കറി മാധവി നിന്റെ പറഞ്ഞാണ്ടല്ലോ ഒരു ചുമട്ടുകാരന്റെ വില എന്താന്ന് ഇപ്പൊ കാണിച്ചു കൊടുക്കാം. ഈ മാർക്കറ്റിൽ എന്റെ ഇപ്പൊ ഒരു ചെറിയ പ്രശ്നം. കാശെടുത്തേ. എന്താ മാധവി എന്റെ ഹംസക്ക, ഒരു പിടി കരിയേപ്പില ഇവിടെ കൊണ്ടിട്ടിട്ട് ഞാൻ അവന് 250 രൂപ കൂലി കൊടുക്കണമെന്ന്. യവനും അവന്റെ 3 മക്കൾക്കും കെട്ടിയൊക്കെ ഞാൻ ചെലവിന് കൊടുക്കുന്നതോ? ഇപ്പൊ കൊടുക്കുന്നില്ലല്ലോ. ഇപ്പൊ കൊടുക്കാത്തത് അതതിന്റെ വീട്ടിൽ പോയതുകൊണ്ടല്ലേ. അത് നിങ്ങളുടെ സ്വഭാവ ദൂഷ്യം കൊണ്ടല്ലേ. എനിക്ക് എന്റെ കളി അവളിവിടെ ഉണ്ടായിരുന്നെങ്കിലുണ്ടല്ലോ എന്റെ വീടൊരു പള്ളിക്കൂടം ആയനെ ഹംസക്ക. രമണ, സത്യത്തിൽ നിനക്ക് എത്ര പിള്ളേരുണ്ട്? 3 മക്കള്. മൂത്തവൻ അനീഷ് കുമാർ, രണ്ടാമത്തവൻ സുനീഷ് കുമാർ, മൂന്നാമത്തവൻ ഫിനിഷ് കുമാർ. അപ്പൊ ഫിനിഷായ? ഫിനിഷ് ആയിട്ടില്ല. അമ്മണി ആനന്ദ, ഇന്നലെ ഈശ്വരി, ഉമയമ്മ, ഊർമിള, പേര് റെഡി. ഇത്രയും മക്കളോട് എനിക്ക്. എടാ, അമ്മണി ഇപ്പൊ വയറ്റിലുണ്ടോ? ബാക്കിയുള്ളതിനെ നീ പേര് റെഡിയാക്കി വെച്ചിട്ടുണ്ടെന്നോ? ഇവൻ എപ്പോ നോക്കിയാലും ഉറക്കാണല്ലോ. എന്റെ ഹംസക്ക, ഇവനൊന്ന് ഉറങ്ങി കിട്ടാൻ വേണ്ടി ഞാൻ ഈശ്വരനോട് പ്രാർത്ഥിക്കാം. പകൽ ഉറക്കവും രാത്രിയാകുമ്പോ അവന്റെ എന്നെ കൊണ്ടു പറയില്ല കേട്ടോ. ഈ തള്ളയുടെ ഒടുക്കത്തെ പ്രാക്കാർ എനിക്കിപ്പോ നാട്ടു അനക്കാൻ പോലും രമണ, നിനക്കിന്ന് കമ്പിക്കട സെക്ഷനിലല്ലേ പണി? അതിന് ആശാരുടെ കടയിൽ ലോഡ് വന്നില്ല. ലോഡ് എത്തിയില്ലെന്ന് ആര് പറഞ്ഞു? അല്ല, അത് ഈ കമ്പിക്കടയാകുമ്പോ മേലെങ്കിൽ ജോലി ചെയ്യണം. എന്റെ മക്കൾക്ക് അത് പറ്റിയല്ല. ഇവിടെ കിടന്നിങ്ങനെ ചുറ്റിത്തിരിഞ്ഞ് നടന്നിട്ട് വൈകുന്നേരം ആകുമ്പോ അവിടെ വന്ന് തലയും ചൊറിഞ്ഞ് നിന്ന 10 പൈസ ഞാൻ തരില്ല. പറഞ്ഞേക്കാം, പോയി പണിയെടുക്കടാ. പോകുന്നില്ലെന്ന് ആര് പറഞ്ഞു? ചില്ലറല്ലോ. എന്തിനാണ്? ഭയങ്കര ക്ഷീണം, ഒരു ചായ കുടിച്ചൊന്ന് റെസ്റ്റ് ചെയ്യാൻ. എന്റെ ഹംസക്ക, അവൻ ചായയും കുടിച്ചു പോയി കിടന്ന് ഉറങ്ങട്ടെ. ഒരു രാത്രി സിമെന്റ് അല്ലേ അവനോട് കൊണ്ടുവന്ന് ഇറക്കിയത്. നമ്മുടെ മരക്കട ഭാവം അന്വേഷിച്ചു. ഓ, ഞാനതൊക്കെ മറന്നു. പോലീസുകാരെ ഓടുന്നോണം. എവരാ നിങ്ങളുടെ നേതാവ്? പറയണം, അവൻ ഞങ്ങളുടെ പോലീസുകാരുടെ മേലെ കൈ വെക്കണം. എവിടെയാവൻ? പറയണം, പറയണം. നടക്കടാൻ പോലീസുകാരുടെ നേരത്തട യൂണിയൻ കളി. ഇതിന്റെയൊക്കെ ഒരു ലോഡിങ്ങും അൺലോഡിങ്ങും. നടക്കണങ്ങോട്ട്, ഇങ്ങോട്ട് എണീറ്റ് വാടാ. എവിടെവൻ? യൂണിയൻകാരുടെ മേലെ ഞങ്ങൾ ഈ കാക്കിയിട്ട പോലീസർ കൈവച്ച ഇനി നിന്റെ നേതാവ് വാസുവിന് പൊള്ളൂന്ന് ഞാനൊന്ന് നോക്കട്ടാ. ഓഹോ, അപ്പൊ നീയാണല്ലേ വാസു? അതാടാ, വെറും വാസു അല്ല, ചാലാവാസു. ഇതേ കേരള പോലീസ് ഉണ്ടാക്കി കൊടുത്ത ചോരയല്ല, അസലായിട്ട് ചുമന്നുണ്ടാക്കിയ ചോരയാ. പിന്നെ സാറിന്റെ ആരോഗ്യം കാണിക്കാൻ നല്ല ബെസ്റ്റ് കോമ്പിനേഷൻ. സാറിന് അങ്ങനെ ഒരു ആഗ്രഹം വെച്ചിട്ടാണ് ഈ ചാല മാർക്കറ്റിൽ കാലുകുത്തിയതിന് നമുക്കത് അങ്ങോട്ട് നടപ്പാക്കാതെ. മോഹന മാറിക്കോ സഖാവേ. വേണ്ട മോനെ, വിട്ടുപിടി. ഇതിലും വലിയ മാർക്കറ്റുകൾ കണ്ടിട്ടുള്ളവനായി ഈ CA മോർച്ചറി. നീ കളിച്ച് കേരള പോലീസിന്റെ നെഞ്ചത്ത് കയറിയായില്ലടാ കളി. എടാ, ഇതാണടാ നിനക്കുള്ള റാഡോ വാച്ച്. ഇതാണ് കേരള പോലീസിന്റെ ഒരു കുഴപ്പം. ചെരച്ചവനെ പിടിച്ചില്ലെങ്കിൽ ചെര കണ്ടുന്നവനെ ഓടിച്ചിട്ട് പിടിക്കും. ഉരുട്ടിക്കൊലക്കേസിലെ പ്രതികളെ തലയിൽ മുണ്ടിട്ട് കോടതിയിൽ ഹാജരാക്കിയ വകയില് നമ്മുടെ മോർച്ചറി സാറ് വിശ്രമത്തിലായിരുന്നു കൊണ്ട് സർക്കാർ മാറിയ വിവരം അറിഞ്ഞില്ലയോ? വെറുതെ അല്ല, വൻപിച്ച ഭൂരിപക്ഷത്തോടെ ഭരണത്തിൽ ആരിരുന്നാലും ഈ മോർച്ചറിക്ക് അത് പുല്ലാടാ. അതല്ലേ പയറ് പോലെ ഇവിടെ നിക്കണത്. അപ്പൊ എന്തായാലും കുഞ്ഞണ്ണൻ കഞ്ചി വീണു. അപ്പൊ പിന്നെ കഞ്ഞൂടി കഴിഞ്ഞിട്ട് കാച്ചാം അല്ലേ? എന്താന്നറിയില്ല, വാസുവിന് അടിക്കാൻ കിട്ടുന്ന ഉരുപ്പടികൾ മുഴുവനും കാക്കിട്ടവന്മാരാ. നാട്ടുകാർ മുഴുവൻ ചേർന്ന് ചെയ്യേണ്ട സൽക്കർമ്മം വാസുവിനെ കൊണ്ട് ഒറ്റയ്ക്ക് ചെയ്യിപ്പിക്കാനായിരിക്കും ശ്രീ പത്മനാഭന്റെ തീരുമാനം. ആയിക്കോട്ടെ. നല്ലത് ചെയ്തിട്ടുള്ള കേരള പോലീസിലെ ഏമാന്മാരെ
ഈ വാസിനോട് പൊറുക്കണേ. ഇതുപോലൊരു തല്ല് തീരമുള്ളതാ. തല്ലാൻ ഞാൻ റെഡിയാണ്, തല്ല് കൊള്ളാൻ സാറും റെഡിയാണ്, അത് കാണാൻ ഇവരും റെഡിയാണ്. അതുകൊണ്ട് ഞാൻ ഇതിന്റെ നീളം അങ്ങോട്ട് കുറയ്ക്കാം, നമുക്കിത് അങ്ങോട്ട് നിർത്താം. അറിയില്ലെങ്കിൽ പറഞ്ഞുതരാം. അധ്വാനിക്കുന്ന തൊഴിലാളി വർഗത്തിന്റെ മണ്ണാത്. ഇതിനകത്ത് കയറി ഞങ്ങളിൽ ഒരുത്തനെ ചുളുവിൽ അങ്ങോട്ട് പൊക്കാന്ന് കരുതിയാ അതൊരു കിൻഡിലും ചാക്ക് എടുക്കണ പണിയാ സാറേ. ഞങ്ങൾ ഇട്ടിരിക്കണ യൂണിഫോമിന്റെ നിറത്തിലെ വ്യത്യാസമുള്ളൂ. മനസ്സൊന്നാ. സർവ്വരാജ തൊഴിലാളി വർഗം എന്ന ഒറ്റ ചങ്ക ഞങ്ങളുടെ ഉള്ളില്. അല്ലാതെ കോൺസ്റ്റബിളിന്റെ ഷർട്ടിന് ഐ ജി കയറി പിടിച്ചാൽ ഐ ജിക്ക് ഒരു ഗ്രൂപ്പും കോൺസ്റ്റബിളിന് വേറൊരു ഗ്രൂപ്പും കളിക്കുന്ന സാറിന്റെ കാക്കിയിട്ട വർഗത്തിന്റെ സ്നേഹമല്ല ഞങ്ങളുടേത്. അതുകൊണ്ട് സാറേ, ചെമ്മീനിലെ ശീല കിടക്കണ പോലെ കിടക്കാണ്ട് സ്ഥലം കാലിയാക്കാൻ നോക്ക്. പരിസരം നാറും, മഴ വരാനെ പോണേ. അപ്പൊ ആരാടാ ജയിച്ചത്? എന്റെ പൊന്നിച്ചായി, ഞാനും അയാളായിട്ട് തല്ലുണ്ടാക്കിയപ്പോ അയാൾ എന്നെ 2 തല്ലി, പിന്നെ ഞാൻ തിരിച്ചു തല്ലി, പിന്നെ അയാള് തല്ലി, പിന്നെ ഞാൻ തല്ലി, അവസാനം അയാള് തോറ്റു, ഞാൻ ജയിച്ചു. ഞാൻ പറയട്ടെ, ആ. നിനക്കറിയോ എന്താ? വെട്ടുകാട്ടുള്ളിലെ പെരുന്നാൾ കഴിഞ്ഞ് ഞാനും തോമസ് പറയത് നിങ്ങൾ എല്ലാവരും കൂടി ചേർന്ന് ഇടി ഉണ്ടാക്കി. അവസാനം നിങ്ങൾ ഓടി, അവര് ജയിച്ചു. അടിച്ചിട്ടവന്റെ പെരടി ഒടിച്ച് ബോറടിച്ചോടാ. ഇല്ല, ബോറടിക്കണ്ട. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, എന്തിനാ എന്റെ പാവമ്മയും കൂട്ടി എന്റെ അച്ഛൻ ആത്മഹത്യ ചെയ്തേ? അറിയിച്ചായി, ഇച്ചായിക്കറിയാം. പറയിച്ചായി. അറിയില്ല, എനിക്കൊന്നും അറിയില്ല.